ശ്രീജിത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് മാനദണ്ഡങ്ങളാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാവുന്ന തന്നെയാണ്. ഇനിയിപ്പോൾ ആരായിരിക്കും ആ ഒരു മുഖ്യമന്ത്രി എന്നത് അറിയാൻ ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അപ്പോഴും എങ്ങനെ മറ്റ് രണ്ടു പേരെ പറഞ്ഞ് മനസ്സിലാക്കും, അനുനയിപ്പിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന ജനങ്ങൾ അവരേത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അമൃത, കോൺഗ്രസ് ഏതെങ്കിലും ഈ മൂന്ന് പരിഗണിക്കപ്പെടുന്ന നേതാക്കന്മാരിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാൽ മറ്റ് രണ്ടുപേരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മറ്റ് സമാശ്വാസ നടപടികൾ അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു പാക്കേജിനോട് കൂടിയായിരിക്കും തീരുമാനം വരിക എന്ന കാര്യം ഉറപ്പാണ്. കാരണം മൂന്ന് പേരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള ജനപിന്തുണയും ഒപ്പം തന്നെ സ്വാധീനവും ഒക്കെയുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ മറ്റ് രണ്ടുപേരെ തീർത്തും പാടെ അവഗണിക്കുക എന്നൊരു സമീപനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തരത്തിലും പുലർത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെടുന്ന രണ്ട് നേതാക്കൾക്കും ഉറപ്പായും മന്ത്രിസഭയിൽ ഉറച്ച നല്ല വകുപ്പുകൾ, ഉദാഹരണത്തിന് ആഭ്യന്തരം, ധനം തുടങ്ങിയ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സംഘടനാ തലത്തിലും അവർക്ക് കാര്യമായ പരിഗണന നൽകുന്ന ഒരു പാക്കേജായിരിക്കും, ഒരു സമഗ്ര പാക്കേജായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ചർച്ചകൾ കൂടിയാകണം ഒരുപക്ഷെ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിടുക്കപ്പെട്ട് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് വകുപ്പുകളുടെ വിഭജനം നടക്കുമ്പോൾ അത് വകുപ്പ് വിഭജനം പൂർണ്ണമായി മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും അക്കാര്യത്തിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ഇടപെടൽ ഉണ്ടാകും. അത് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമവും മറ്റും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലാണെങ്കിലും മാത്രമേ അക്കാര്യത്തിലൊരു മാറ്റം വരാനിടയുള്ളൂ. കാരണം അദ്ദേഹം നിലവിൽ എം.എൽ.എ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള പരിഗണന ലഭിക്കുക സാധ്യമല്ല. എങ്കിൽ പോലും എം.എൽ.എമാരിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരാളെന്ന നിലയിൽ കെ.സി. വേണുഗോപാലിനെ തീർത്തും ഒഴിവാക്കാനോ അവഗണിക്കാനോ ഒന്നും കോൺഗ്രസിന് കഴിയില്ല. കാരണം 63 കോൺഗ്രസ് എം.എൽ.എമാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ അദ്ദേഹത്തിനാണ് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മറ്റാളുകൾക്കൊക്കെ ഒരു പാക്കേജോ മറ്റോ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ശ്രീത്ത്, അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിരുന്നു. ആ ലിസ്റ്റൊക്കെ AICC നിരീക്ഷകർ തള്ളിയെങ്കിൽ കൂടി ആ ലിസ്റ്റിൽ ആദ്യ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നതെല്ലാം KCക്ക് അനുകൂലമായി രേഖപ്പെടുത്തപ്പെട്ട കുറേ പേരുകളാണ്. അതായത് MLA-മാരിൽ പലരും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും KCക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ KC അല്ലാതെ മറ്റൊരു പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അണികൾക്കിടയിൽ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, അതൊരു പക്ഷേ ഈ പറയുന്നത് പോലെ നേതാക്കൾക്കിടയിലും തന്നെ അതൊരു ഭിന്നതയ്ക്കിടയാക്കുമോ എന്ന സുപ്രധാനമായ ചോദ്യമുണ്ട്. ഇതെല്ലാം നേതൃത്വം മുൻകൂട്ടി കാണുന്നുണ്ടോ? ഇപ്പോൾ ദിവാസ് മുൻഷി അടക്കം ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഈ മന്ത്രിസഭാ രൂപീകരണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഉണ്ടാവുന്ന തർക്കങ്ങൾ, അത് ഏത് രീതിയിലാണ് പാർട്ടി നോക്കിക്കാണുന്നത്? പ്രജിൻ ചോദിച്ചത് ഏറ്റവും പ്രസക്തമായൊരു വിഷയമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഏതെങ്കിലും ഒരു നേതാവിനെ തീരുമാനിക്കുകയും ബാക്കി രണ്ട് നേതാക്കൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം തലപൊക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഇപ്പോൾ കെ കരുണാകരൻ പാർട്ടി വിളർത്തി പുറത്തുപോയ ശേഷം പിന്നീട് ഇങ്ങോട്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഐക്യത്തോടു കൂടിയാണ്. അവർ രണ്ട് ഭിന്ന ഗ്രൂപ്പുകളിലായിരുന്നെങ്കിൽ പോലും അവർ ഏതാണ്ട് യോജിച്ചുള്ളൊരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതോടുകൂടി ആ പ്രവർത്തനം മുന്നോട്ട് പോയ ശേഷം പിന്നീട് ഇങ്ങോട്ട് ഗ്രൂപ്പുകൾ, ഇപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ആന്റണി ഗ്രൂപ്പ് അതേ സ്വഭാവത്തിൽ ഇല്ലാതായി. ഐ ഗ്രൂപ്പ് എന്നത് പല കഷ്ണങ്ങളായി മാറി. അങ്ങനെ ഐ ഗ്രൂപ്പിൻ്റെയും ഒരു പ്രഹരശേഷി ഇല്ലാതായി മാറി. അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഏതാണ്ട് പേരിന് മാത്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഗ്രൂപ്പിന് അതീതമായി തീരുമാനമെടുക്കണമെന്നൊരു പൊതുവികാരം കോൺഗ്രസിലെ രണ്ടാംതര നേതാക്കൾക്കെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു നേതൃനിര മുന്നോട്ട് വന്നപ്പോൾ തന്നെയാണ് ഗ്രൂപ്പുകളുടെ പ്രാമുഖ്യം കുറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഏതെങ്കിലും ഒരു നേതാവിനെ നിശ്ചയിക്കുമ്പോൾ മറ്റു രണ്ടു പേർക്ക് പിന്നിൽ അണിനിരക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറാനുള്ള അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകളായി മാറാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ വീണ്ടും തലപൊക്കാനുള്ള സാധ്യത കൂടി ഈ ഒരു തീരുമാനത്തോടു കൂടി ഉണ്ടാകും എന്ന കാര്യവും ഉറപ്പാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, പഠനപ്പിണക്കങ്ങൾ, ചേരിതിരിവുകളെല്ലാം കോൺഗ്രസിനെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആ പഴയ കാലത്തേക്ക് മടക്കിക്കൊണ്ടു പോകുമെന്ന ആശങ്ക വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രജിൻ ചോദിച്ച ആ ചോദ്യം വളരെ രാഷ്ട്രീയമായി പ്രസക്തവുമാണ്.
വ്യക്തമാണ് ശ്രീജിത്ത്. എന്തായാലും അത് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നുണ്ടാകണം. അങ്ങനെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നില കൂടുതൽ വഷളാക്കും. നിലവിൽ പാർട്ടിക്കുള്ള ഒരു വലിയ പേര് അത് കളങ്കപ്പെടുത്താൻ ഒരിക്കലും നേതൃത്വം തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ചില പ്ലാനുകൾ അതിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നേതൃത്വം എന്ന് പറയുമ്പോഴും ആ നേതൃനിരയിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ 3 പേരുകാരും അതിന് പിന്നാലെ പിന്തുണക്കുന്നവരൊക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.